നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് ദ സെക്കൻഡ് പേപ്പർ, ദാറ്റ് ഇസ് BD2AL. അത് കോഡാണ്, പേപ്പർ കോഡാണ് BD2AL, ദാറ്റ് ഇസ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന പേപ്പർ. ഓക്കെ, സോ ഇതിൽ സിലബസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് 5 ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പറാണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാണ് പേപ്പറിന്റെ ടൈറ്റിൽ. ഇത് രണ്ടാമത്തെ പേപ്പർ ആയിട്ടാണ് നമുക്ക് എക്സാമിനേഷന് വരുന്നത്. സോ ഇതിൽ ആസ് യൂഷ്വൽ എത്ര യൂണിറ്റ്? 5 യൂണിറ്റ് ഉണ്ട്. സോ ഈ 5 യൂണിറ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ടൈറ്റിൽസ് ഓഫ് ദ യൂണിറ്റ്. ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് ബേസിക്സ് ഓഫ് അസസ്മെന്റ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം ആണ്. മൂന്നാമത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെന്റ് ആൻഡ് ഇഷ്യൂസ്. നാലാമത്തത് യൂണിറ്റ് ആണ് വരുന്നത് അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ. ആൻഡ് ഫിഫ്ത് വൺ ഇസ് പ്രിവലന്റ് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. സോ ഇതാണ് നമ്മുടെ 5 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? ബേസിക്സ് ഓഫ് അസസ്മെന്റ് ആണ്. ദാറ്റ് ഇസ് ആ യൂണിറ്റ് 1. സോ യൂണിറ്റ് 1ലെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റഫ്ലി ഇത് ഫുൾ സിലബസ് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ നമുക്ക് ബേസിക്കലി നമുക്ക് വരുന്ന ഒരു 5 ടോപ്പിക്സ് ആണ്. വളരെ എന്താ പറയുക, നമ്മളത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 5 ടോപ്പിക്സ് ആണ് ബേസിക്കായിട്ട് നമുക്ക് വരുന്നത്. ഒന്നാമത്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് 3 ടേംസ്. ഏതൊക്കെയാണ്? മെഷർമെന്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ? അതായത് എന്താണ്, ഒരു എക്സാമിനേഷനൊക്കെ നമ്മൾ പറയുന്നതാണ് അസസ്മെന്റ് എന്ന് സാധാരണ അല്ലേ? നമ്മൾ ഒരാളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കുക, നമ്മൾ അതിനെ അസസ് ചെയ്യാന്ന് പറയും. അപ്പൊ അതാണ് ഈ അസസ്മെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഇത് തമ്മിൽ എന്താണ് മീനിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്? മെഷർമെന്റ് എന്താണ്, അസസ്മെന്റ് എന്താണ്, ഇവാലുവേഷൻ എന്താണെന്ന് പഠിക്കുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്. എന്തിന്റെയൊക്കെയാണ്? മെഷർമെന്റിന്റെ, അസസ്മെന്റിന്റെ, ഇവാലുവേഷന്റെ. രണ്ടാമത് വരുന്നതാണ് റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ്. അപ്പൊ ലേണിംഗിലെ അസസ്മെന്റിന്റെ റോൾ എന്താണെന്നുള്ളത് അത് 3 തരത്തിലാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് റോൾ ഓഫ് അസസ്മെന്റ് ആസ് ലേണിംഗ്, ഫോർ ലേണിംഗ് ആൻഡ് ഓഫ് ലേണിംഗ്. അപ്പൊ ഈ 3 ടോപ്പിക് ഉണ്ടാവും. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും. ഇത് അസസ്മെന്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ ക്ലാസിഫിക്കേഷൻ, വേറെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് പല രീതിയിൽ നമ്മൾ അസസ്മെന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, അപ്പം ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് യൂഷ്വലി നമുക്കൊരു ക്ലാസിഫൈങ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 5 മാർക്കിനൊക്കെ വരുന്നത് അതേപോലെ വരുന്ന ഒരു ക്വസ്റ്റൻ ആണത്. പിന്നെ വരുന്നതാണ് പേർപ്പസ് ഓഫ് അസസ്മെന്റ്. എന്തിന് നമ്മൾ അസസ് ചെയ്യുന്നു അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോസസ് നമ്മൾ എന്തിന് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഉണ്ടാവും. പിന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ് പ്രാക്ടീസ്. അപ്പം ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് പല സ്റ്റേജസിലായിട്ടാണ് നടത്തുന്നുണ്ടാവുക. അപ്പം ഈച്ച് സ്റ്റേജിൽ നമുക്കൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ആ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ആയിരിക്കും നമ്മൾ എന്ത് നടത്തുന്നത്? അസസ്മെന്റ് പ്രോസസ്സ് നടത്തുന്നുണ്ടാവുക. അപ്പം ഈ സ്റ്റേജസ് ആണ് ഇവിടെ പിന്നെ പറഞ്ഞിട്ടുള്ളത്. എന്താ? പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ്. അതായത് അസസ്മെന്റിനുള്ള മെത്തേഡ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്. പിന്നെ അതേപോലെ കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷൻ. ഇപ്പൊ അസസ് ചെയ്യുന്ന ഏത് ഇൻഫർമേഷന്റെ ബേസിസിലാണ് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്താണ്? ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അതിനും എന്തുണ്ട്? ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ സമ്മറൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് റിസൾട്ട്സ്. പിന്നെ എന്താണ്? റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെന്റ് ഫൈൻഡിങ്സ്. അപ്പൊ ഇതിനെല്ലാം എന്തുണ്ട്? ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഓഫ് ദിസ് യൂണിറ്റ്, ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ് പ്രാക്ടീസസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് എന്താണ്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ. എന്തിന്റെയൊക്കെ? മെഷർമെന്റിന്റെ, അസസ്മെന്റിന്റെ, ഇവാലുവേഷന്റെ. അപ്പൊ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഇത് എന്താണെന്ന് മനസ്സിലാക്കിച്ചു തരാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം സോ വീൽ ജസ്റ്റ് സീ വാട്ട് ദ മീനിങ് ഓഫ് ഓൾ ദീസ് 3 ടേംസ് ആർ. ഓക്കെ, സോ ഞാൻ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്നൊരു കുക്കറി കോമ്പറ്റീഷൻ ആണ്, രണ്ടാമത്തെ ഒരു ഫിസിക്സ് എക്സാം നടക്കുകയാണ്, പ്രാക്ടിക്കൽ എക്സാം നടക്കുകയാണ്. അപ്പം ഈ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ സ്കൂൾ ഓറിയന്റഡ് വേയില് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. അസസ്മെന്റ് എന്ന് മാത്രമല്ല, മെഷർമെന്റ് എന്താണ്, അസസ്മെന്റ് എന്താണ്, ഇവാലുവേഷൻ എന്താണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും അല്ലേ? കുക്കറി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ കുക്കറി കോമ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം എന്താണ് മെഷർമെന്റ്? മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് എന്താണ് വരിക? ക്വാണ്ടിഫൈയിങ് ദ പെർഫോമൻസ് ആണ്. അതായത് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിനേലും മാർക്ക് ഇടുക അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷർമെന്റ് എന്ന് പറയുന്നത്. മെഷർമെന്റ്. ഓക്കെ, അപ്പം ഈ കുക്കറി കോമ്പറ്റീഷനിൽ എന്താ നമ്മുടെ മെഷർമെന്റ് വരിക? ഇപ്പൊ ജഡ്ജസ് നമ്മുടെ ഡിഷ് കഴിച്ച് നോക്കിയിട്ടേ, കുക്കറി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നമ്മൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും കുക്ക് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാണ്. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലെ കുറെ പേര് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക്
വിന്നേഴ്സിനെ ഡിസൈഡ് ചെയ്യും, അങ്ങനെ ഒരു സംഭവം. അപ്പം ജഡ്ജസ് ഇപ്പം നമ്മുടെ ഒരു ഡിഷിന് സ്കോർ ചെയ്യാണ്. ഈ ഒരു ഡിഷിന് ടേസ്റ്റ് വൈസ് ആണെങ്കിൽ 8 മാർക്ക് കൊടുക്കാം, പ്രസന്റേഷൻ വൈസ് ആണെങ്കിൽ 7 മാർക്ക് കൊടുക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണെന്ന് പറയും? അതൊരു മെഷർമെന്റ് പ്രോസസ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര മിനിറ്റിനുള്ളിൽ അത് കുക്ക് ചെയ്തു എന്നാണെങ്കിൽ അതെന്താണ്? അവിടെ ഒരു നമ്പർ വരുന്നുണ്ട്, അതാണ് എന്ത്? അവിടുത്തെ മെഷർമെന്റ് പ്രോസസ്. എന്നാൽ നമ്മളൊരു ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിന്റെ കേസിൽ കൺസിഡർ ചെയ്താൽ എന്താ വരിക? ഇപ്പൊ നമ്മളൊരു വാല്യൂ മെഷർ ചെയ്യാണ്. ഓക്കെ, വോൾട്ടേജ് ഇത്രയാണ്, വോൾട്ടേജ് 5.2 വോൾട്ട് ആണ്. അതെന്തായി? അത് മെഷർമെന്റ് ആയി. ഞാൻ എത്ര നേരം കൊണ്ട് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്തു? 20 മിനിറ്റ് കൊണ്ട്. അതൊക്കെ എന്താണ്? നമ്പർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെയാണ് മെഷർമെന്റ്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ മെഷർ ചെയ്ത്, ഇപ്പം നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്ന, വെയിറ്റ് മെഷർ ചെയ്യുന്ന എല്ലാം എന്താണ്? മെഷർമെന്റ് പ്രോസസ്സിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ കുക്കറി കോമ്പറ്റീഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ മാർക്ക് ഇടുന്നത് മെഷർമെന്റ് ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ ഫിസിക്സിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഇടയ്ക്കാണെങ്കിൽ എന്താണ്? നമ്മൾ റീഡിങ് അല്ലേ, റീഡിങ് നോട്ട് ചെയ്യത്തില്ലേ, അതൊക്കെ എന്താണ്? മെഷർമെന്റ് ആണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് എന്ത്? നമ്മുടെ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അനലൈസിങ് ദ മെഷേർഡ് ഡേറ്റ ടു അണ്ടർസ്റ്റാൻഡ് ദ പെർഫോമൻസ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഈ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പൊ കുക്കറി കോമ്പറ്റീഷൻ ആണെങ്കിലും ഫിസിക്സ് എക്സ്പെരിമെന്റ് ആണെങ്കിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ കിട്ടി, ഒരു സെറ്റ് ഓഫ് ഡേറ്റ കിട്ടി. ഞാൻ പറയാണ്, ഇപ്പം ഞാൻ ഒരു കുക്കറി കോമ്പറ്റീഷന്റെ കേസിലെ നമ്മളിങ്ങനെ അതായത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ടസ്റ്റന്റ് ഇടയ്ക്കൂടെ ഒക്കെ നടന്നപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടി ചെയ്യുന്നത് മറ്റേ കുട്ടി ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സ്റ്റേഷൻ കുറച്ചുകൂടെ ക്ലീൻ ആണല്ലോ എന്നൊക്കെ ഞാൻ കാണുന്ന ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അതൊക്കെ എന്താണ്? ഞാൻ അസസ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ടേസ്റ്റിൽ ഈ കോണ്ടസ്റ്റന്റിന്റെ ഡിഷിന്റെ ടേസ്റ്റ് ആണ് ബെറ്റർ, അത് എന്തുകൊണ്ടായിരിക്കും? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒന്നുകൂടെ ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ, ഒന്നുകൂടെ ഒന്ന് ആ ഡിഷിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിസിക്സ് എക്സാമിന്റെ കേസിലാണെങ്കിൽ എന്താണ്? ഞാനിപ്പോ ഇതൊക്കെ കിട്ടി, എനിക്ക് വാല്യൂസ് ഒക്കെ കിട്ടി കേട്ടോ. അപ്പം എന്താണ്? എക്സ്പെരിമെന്റൽ റിസൾട്ട്സും എന്റെ തിയറിറ്റിക്കൽ റിസൾട്ട്സും കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയാൽ, അതായത് ഞാനിപ്പോ എന്തെങ്കിലും എന്താ പറയാ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ തന്നെയാണ്, എനിക്ക് അവിടെ കിട്ടേണ്ടത് 5.5 വോൾട്ട് ആയിരുന്നു, എനിക്കിപ്പോ കിട്ടുന്നത് 5.2 വോൾട്ട് ആണ്. അപ്പൊ ഞാൻ ഈ തിയറിറ്റിക്കൽ വാല്യൂ, അതായത് 5 വോൾട്ട് എനിക്ക് കിട്ടണമായിരുന്നു എന്ന തിയറിറ്റിക്കൽ വാല്യൂവും 5.2 വോൾട്ട് ആണ് എനിക്ക് കിട്ടിയത് എന്ന എക്സ്പെരിമെന്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ആ ഒരു കമ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്യാണ്, ഞാൻ അതിനെ ഒന്നും കൂടി ഡീപ്പറായിട്ട് സ്റ്റഡി ചെയ്യാണ്. ഇതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? അസസ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡ്ജിങ് ആണ്. ജഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്, മെഷർമെന്റ് നടന്നു, ഞാൻ അതിനെ അനലൈസും ചെയ്തു, അതിന്റെ ബേസിസിൽ ഞാനൊരു ഡിസിഷൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയാണ് ഇന്നയാളാണ് ഈ കോമ്പറ്റീഷനിലെ വിന്നർ, അല്ലെങ്കിൽ ഈ കുട്ടിയാണ് ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ ഇവാലുവേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്സിലാണെങ്കിൽ എന്താണ്? ഈ ഒരു കുട്ടി ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്ത് അതിനെ അസസ് ചെയ്ത് അതൊക്കെ കൊണ്ടുവന്ന് ടീച്ചറിന്റെ കൈ കൊടുക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ടിക്ക് ചെയ്തിട്ട് ആ സൈഡിൽ എന്ത് ചെയ്യും? ഒരു ഗ്രേഡ് ഇട്ട് കൊടുക്കും അല്ലെ. ഈ എക്സ്പെരിമെന്റ് ഈ കുട്ടിക്ക് A ആണ്, A+ ആണ്, അല്ലെങ്കിൽ 10/10 ആണ്, ഇത് ഈ എക്സാം പാസ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഡിഫറൻസ് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുന്നതാണ് അല്ലെ, ക്വാണ്ടിഫൈയിങ് ദ പെർഫോമൻസ് ആണ് മെഷർമെന്റ്, അനലൈസിങ് ദ പെർഫോമൻസ് ആണ് എന്ത്? അസസ്മെന്റ്, ജഡ്ജിങ് ദ പെർഫോമൻസ് ആണ് എന്ത്? ഇവാലുവേഷൻ. ക്ലിയർ അല്ലേ?